നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. അങ്ങനെ ആ കാര്യം ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് റൂമറായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്നതാണ്. സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഇത്തിഫാക്കിൽ നിന്ന് ജോർഡൻ ഹെൻഡേഴ്സൺ തിരിച്ച് യൂറോപ്പിലേക്ക് തന്നെ പറക്കുന്നു. യൂറോപ്യൻ ക്ലബ്ബായ അല്ലെങ്കിൽ ഡച്ച് ക്ലബ്ബായിട്ടുള്ള അയാക്സുമായിട്ട് അദ്ദേഹം കോൺട്രാക്റ്റിലേക്ക് എത്തുന്നു. അദ്ദേഹം തിരിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി ആംസ്റ്റർഡാമിലേക്ക് ഇന്നെത്തും. ഇന്ന് അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ നടക്കും എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ. ഫബ്രീസിയോ റൊമാനോ അടക്കമുള്ളവർ ഇതിപ്പോൾ സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും വെറും 6 മാസക്കാലമാണ് സൗദി അറേബ്യയിൽ മുൻ ലിവർപൂൾ നായകൻ ചെലവഴിച്ചത്. 3 വർഷത്തെ കോൺട്രാക്റ്റിലാണ് അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് എത്തിയിരുന്നത്. 12 മില്യൺ യൂറോയുടെ ഒരു ട്രാൻസ്ഫർ ആയിരുന്നു അത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ കോൺട്രാക്റ്റ് അവസാനിപ്പിച്ച് അദ്ദേഹം തിരിച്ചു പറക്കുന്നു. ആദ്യം അൽ ഇത്തിഫാഖ് അദ്ദേഹത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ പിന്നീട് അവരുടെ സ്റ്റാൻസ് സോഫ്റ്റൻ ചെയ്തു. അങ്ങനെ താരത്തിന് തിരിച്ചു പറക്കാനുള്ള അനുവാദം കൊടുക്കുകയായിരുന്നു. ഏതായാലും ഇപ്പം സൗദി അറേബ്യൻ പ്രോ ലീഗിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അത്രത്തോളം മികച്ചതായിരുന്നില്ല. അദ്ദേഹത്തിന് ഇത് മാത്രമല്ല, അൽ ഇത്തിഫാഖിൻ്റെ പെർഫോമൻസ് തന്നെ ലീഗിൽ അത്ര മികച്ചതല്ല. 17 കളികളിൽ നിന്ന് 4 അസിസ്റ്റ് ഹെൻഡേഴ്സൺ തൻ്റെ പേരിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇത്തിഫാഖ് 19 കളികൾ കഴിയുമ്പോൾ വെറും 25 പോയിന്റ് മാത്രം നേടി സൗദി അറേബ്യൻ പ്രോ ലീഗിൽ 8ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. വലിയ പ്രഷർ അത് ഉണ്ടാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം സൗദി പ്രോ ലീഗിൽ ഇപ്പോൾ വളരെ കോമ്പറ്റീറ്റീവായിട്ട് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോ താരത്തിൻ്റെയും ഓരോ ടീമിൻ്റെയും പെർഫോമൻസ് വലിയ രൂപത്തിൽ സ്ക്രൂട്ടനൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം goal.com ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിന് പുറകിലുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് സൗദി അറേബ്യയിലെ ലൈഫിനോട് അഡാപ്റ്റഡ് ആവാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് താരം ക്ലബ്ബ് വിടാൻ തീരുമാനിച്ചത് എന്ന തരത്തിലാണ് goal.com ഒക്കെ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. കാത്തിരിക്കാം. ഇനി അയാക്സ് ഒഫീഷ്യലി ഹെൻഡേഴ്സനെ സൈൻ ചെയ്ത കാര്യം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.